മലയാളികൾ ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു മലയാളിയുടെ ലക്ഷ്യം ഭൂമിക്ക് പുറത്താണ്, അതും ബഹിരാകാശത്തേക്ക്. കേരളത്തിൽ നിന്ന് ഹോളിവുഡിലേക്കോ യൂറോപ്പിലേക്കോ അല്ല, നേരെ ബഹിരാകാശത്തേക്കാണ് ഒരു മലയാളിയുടെ യാത്ര. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയുടെ ശാസ്ത്രജ്ഞനും ആസ്ട്രോനട്ടുമായ ഡോക്ടർ അനിൽ മേനോൻ അടുത്ത മാസം ജൂലൈ 14 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണ്. അതിലും അഭിമാനിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടത്തിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിലാണ് യാത്ര. 2 റഷ്യൻ ബഹിരാകാശ യാത്രികർക്കൊപ്പമാണ് അനിൽ മേനോന്റെ ഈ ദൗത്യം. ഏകദേശം 8 മാസത്തോളം അദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയിൽ ജനിച്ചു വളർന്നെങ്കിലും അനിൽ മേനോന്റെ വേരുകൾ കേരളത്തിലെ പാലക്കാട് ഒറ്റപ്പാലത്താണ്. അച്ഛൻ ശങ്കര മേനോൻ മലയാളി, അമ്മ യുക്രൈൻ വംശജ. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ നേട്ടം ആഘോഷിക്കുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികളാണ്. കാരണം ഒരു മലയാളിയുടെ പേര് ഇനി ബഹിരാകാശ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. പക്ഷെ അനിൽ മേനോൻ ഒരു സാധാരണ ആസ്ട്രോനട്ട് അല്ല. ഹാർവേർഡ് സർവകലാശാലയിൽ നിന്ന് ന്യൂറോ ബയോളജിയിൽ ബിരുദം, സ്റ്റാൻഫോർഡിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ്, അതിനുശേഷം ഡോക്ടർ ഓഫ് മെഡിസിൻ. ഇത്രയും മേഖലകളിൽ മികവ് തെളിയിച്ച ശേഷമാണ് അദ്ദേഹം നാസയുടെ ഭാഗമായത്. അതുമാത്രമല്ല, ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ആദ്യ ഫ്ലൈറ്റ് സർജനും മെഡിക്കൽ ഡയറക്ടറുമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന ടീമിലെ പ്രധാന അംഗമായിരുന്നു ഡോക്ടർ അനിൽ മേനോൻ. 2021 നാസയുടെ ആസ്ട്രോനട്ട് പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. വർഷങ്ങളുടെ കഠിന പരിശീലനങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആദ്യ ബഹിരാകാശ യാത്രയുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന കാലയളവിൽ മനുഷ്യ ശരീരത്തെ മൈക്രോഗ്രാവിറ്റി എങ്ങനെ ബാധിക്കുന്നു എന്നതടക്കമുള്ള നിർണായക പരീക്ഷണങ്ങളാകും ഡോക്ടർ അനിൽ മേനോൻ നടത്തുന്നത്. ഭാവിയിലെ ചൊവ്വ ദൗത്യങ്ങൾക്കും ദീർഘകാല ബഹിരാകാശ യാത്രകൾക്കും ഈ ഗവേഷണങ്ങൾ വലിയ സഹായമാകും. ഒരു കാലത്ത് കേരളത്തിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് ആരംഭിച്ച സ്വപ്നം ഇന്ന് ഭൂമിയുടെ അതിർത്തികൾ കടന്ന് ബഹിരാകാശത്തേക്ക് പറക്കുകയാണ്. അനിൽ മേനോൻ എന്ന പേര് ഇനി ഒരു വ്യക്തിയുടെ പേര് മാത്രമല്ല, സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് തെളിയിക്കുന്ന ഒരു സന്ദേശം കൂടിയാണ്. ജൂലൈ 14 ചരിത്രം കുറിക്കപ്പെടും. കാരണം അന്ന് ബഹിരാകാശത്തേക്ക് പറക്കുന്നത് ഒരു നാസ ആസ്ട്രോനട്ട് മാത്രമല്ല, ഒരു മലയാളി കൂടിയാണ്.